بسم الله الرحمن الرحيم فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ബഹുമാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കണമേ എന്നും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അവൻ്റെ സൂക്ഷ്മാലുക്കളായ ദാസിമാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുറൈശികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബദറിലെ പരാജയം. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് 70ഓളം ആളുകൾ കൊല്ലപ്പെടുകയും അത്ര തന്നെയായി ബന്ദികളായി പിടിക്കപ്പെടുകയും ചെയ്തു. സത്യനിഷേധികളിലെ പ്രഗത്ഭരായ പല നേതാക്കന്മാരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഫറോവ എന്ന് വിശേഷിപ്പിച്ച അബൂജഹൽ ഉൾപ്പെടെയുള്ള പല ആളുകളും പ്രസ്തുത യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ബദറിൻ്റെ ചരിത്രം സൂചിപ്പിക്കുവാനോ ആ ചരിത്രത്തെ അപഗ്രഥിക്കുവാനോ വേണ്ടിയല്ല ഈയൊരു മുഖവുര പറഞ്ഞു വച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം അനുഭവിച്ചതിന് ശേഷം സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായി തകർന്നുപോയ ഖുറൈശികൾ പിന്നീട് എന്താണ് ചെയ്തത്? ചരിത്രഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഖുറൈശി നേതാക്കൾ അവരുടെ അനുയായികൾക്ക് നൽകിയ ഉപദേശം ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. നാഹത് ഖുറൈശുൻ അല ഖത്ലാഹും ലാ തഫ്അലു ഫയബ്ലുഗു മുഹമ്മദൻ വ അസ്ഹാബഹു. നിങ്ങൾ ബദറിൻ്റെ പേരിൽ കരയരുത്. ബദറിൽ പിടിക്കപ്പെട്ടവരെ വളരെ പെട്ടെന്ന് തന്നെ മോചനദ്രവ്യം നൽകി തിരിച്ചെടുക്കുകയും ചെയ്യരുത്. നമ്മുടെ വേദനയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും ഒരിക്കലും മറ്റൊരാളും അറിയരുത്, അത് മുഹമ്മദും അറിയരുത്. മറിച്ച് ബദറിൻ്റെ പ്രതികാരം ചെയ്ത് നമ്മുടെ വേദനകൾക്ക് ശമനം വരുത്തുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് എന്നായിരുന്നു ഖുറൈശികളുടെ തീരുമാനം. അവരുടെ കയ്യിൽ യുദ്ധത്തിന് വേണ്ട കാശുണ്ടായിരുന്നില്ല. അബൂ സുഫിയാൻ ബദറിന് തൊട്ട് മുമ്പ് ഒരു കച്ചവട സംഘവുമായി അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തിയിരുന്നു. ആ കച്ചവട സംഘത്തിൻ്റെ പ്രത്യേകത, മക്കയിലെ മുഴുവൻ ആളുകൾക്കും ഷെയറുള്ള ഒരു കച്ചവട വസ്തുവായിരുന്നു അബൂ സുഫിയാൻ കൊണ്ടുവന്നത്. അവർ ഒന്നടങ്കം പറഞ്ഞു, ആ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ടതില്ല. 50,000 ദീനാർ വിലമതിക്കുന്ന സമ്പത്ത് മുഹമ്മദിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സൈനിക സന്നാഹത്തിനായി ഞങ്ങളിതാ മാറ്റിവെക്കുന്നു എന്ന് മക്കയിലെ ഖുറൈശികൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അറബികൾക്ക് ഒരു പതിവുണ്ട്,
ആ പതിവനുസരിച്ച് അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം നികത്തുന്നതുവരെ ഭൗതികമായ ഒരാഹ്ലാദങ്ങളിലും ഒരു ഉന്മാദങ്ങളിലും അവർ പങ്കെടുക്കുകയില്ല. പരാജയത്തിൻ്റെ വലിയ പടുകുഴിയിൽ നിന്ന് കരകയറുന്നതുവരെ അവർ വിനോദങ്ങളിൽ ഏർപ്പെടുകയില്ല. എത്രത്തോളം ജനസാമാന്യത്തിൻ്റെ മുമ്പിൽ ഒന്നുറക്കെ ചിരിക്കുക പോലും അവർ ചെയ്തിരുന്നില്ല എന്ന് അറബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ബദറിൻ്റെ പരാജയത്തിൻ്റെ ശേഷവും അവരത് തന്നെയാണ് ചെയ്തത്. ഭൗതികമായ അത്യാഡംബരങ്ങളിൽ നിന്നും ഉന്മാദങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും അവർ മാറി നിന്നു. അബൂ സുഫിയാൻ്റെ ചരിത്രപ്രസിദ്ധമായ ശപഥം പോലും അല്ല അമസ്സറസഹു മാഅം മിനൽ ജനാബത്തി ഹത്താ യഗ്സുവ മുഹമ്മദ, മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നതുവരെ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയില്ല, എനിക്ക് വേണ്ട ആ ആസ്വാദനം എന്നാണ് അബൂ സുഫിയാൻ അദ്ദേഹം എടുത്ത ശപഥം. ഭൗതികമായ വിഭവങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു, ആഘോഷങ്ങൾ മാറ്റിവെച്ചു. ഖുറൈശികൾക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു. സുഖാസ്വാദനങ്ങളിൽ മുഴുകുന്ന ഒരു സമൂഹത്തിന് ചരിത്രത്തിലെ നിർണായകമായ വിജയങ്ങൾ നേടിയെടുക്കാൻ അസാധ്യമാണ്, അത് സാധ്യമല്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചത് എന്ത് എന്ന് ചരിത്രം പറയും. അധികം കഴിയുന്നതിന് മുമ്പ് അവർ ഉഹുദിലെത്തുകയാണ്. ആ ശപഥം ഒരു വ്രതം പോലെ, നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ഭൗതിക ആഡംബരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരക്തി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഉഹുദിലേക്ക് എത്തുകയാണ്. എന്ന് മാത്രമല്ല, ഉഹുദിൽ എന്ത് സംഭവിച്ചു എന്നത് ചരിത്രം സാക്ഷിയാണ്. ഉഹുദിൽ മുസ്ലിം ഉമ്മത്തിന് പരാജയം സംഭവിച്ചു. പൊള്ളയായ ദർശനമാണ് അവരുടെ കയ്യിലുള്ളത്. വഴികെട്ട സ്വഭാവദൂഷ്യങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ ഖുറൈശി സമൂഹത്തിൻ്റെ മുമ്പിലുള്ളത്. ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ എല്ലാം തന്നെ ഒരു ഭാഗത്ത് അവരുടെ കയ്യിലുള്ളതിനോടൊപ്പം ബദറിൻ്റെ പരാജയത്തിൽ നിന്ന് കരകയറുന്നത് വരെ ഭൗതിക ആസ്വാദനങ്ങൾ മാറ്റി ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഖുറൈശികൾക്ക് സാധിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നത്. നാം മുസ്ലിമുകൾ നമ്മളുടെ ആദർശം കറകളഞ്ഞതാണ്. വളരെ കൃത്യവും കുറ്റമറ്റതുമായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്ന് നമ്മെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ഭദ്രമായ ഒരു വേദഗ്രന്ഥം കയ്യിലുള്ള ആളുകൾ, ശോഭനമായ ചരിത്രമുള്ള ആളുകൾ, ഇബാദത്തുകളുടെ കനവും വലിപ്പവും വീമ്പും പറയുന്ന ആളുകൾ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും നേടിയെടുത്ത വിജയങ്ങൾ പോലും നമുക്ക് അന്യം നിൽക്കുന്നു എന്ന ചോദ്യവും എന്ന ചിന്തയും വളരെ പ്രസക്തമാണ്. പരിശുദ്ധമായ റമദാൻ ഈ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം നമ്മളിനി റമദാനിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. റമദാനിന് വേണ്ടിയുള്ള ഏതാനും കുറഞ്ഞ സമയത്തേക്കുള്ള കാത്തിരിപ്പാണ്. മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് വിജയം നേടുന്നില്ല എന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ ഖുറൈശികൾ പറഞ്ഞ ചരിത്രത്തിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ടത് പലതും ത്യജിക്കാതെ, മാറ്റിവെക്കാതെ മറ്റു പലതും നേടിയെടുക്കാൻ സാധ്യമേ അല്ല എന്ന വലിയ പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ. വളരെ വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, വളരെ വലിയ സ്വപ്നത്തിനു വേണ്ടി നാം പണിയെടുക്കുന്നുണ്ട് എങ്കിൽ, ആ മാർഗത്തിൽ അങ്ങേയറ്റം വിലപ്പെട്ട പലതും മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഖുറൈശികളുടെ മാത്രമല്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രവും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ മാറ്റിവെച്ചു. അവരെ സ്വീകരിച്ച അൻസാറുകൾ തങ്ങളുടെ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അവർ പകുത്തുകൊടുത്തു മുഹാജിറുകൾക്ക്. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മാറ്റിവെക്കലുകൾ, അവരുടെ പരസ്പരമുള്ള ത്യാഗസന്നദ്ധത ഒന്നിച്ചപ്പോൾ അവസാനം മക്ക മുസ്ലിം ഉമ്മത്തിന് കീഴടങ്ങി. അത് വിശുദ്ധ റമദാനിലായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വിശദമായി അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാറ്റിവെക്കലുകളാണ്, ത്യജിക്കലുകളാണ്, ഒഴിവാക്കലുകളാണ്
യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് മുൻകാല സമൂഹം നേടിയെടുത്ത പല വിജയങ്ങളും നേടിയെടുക്കാൻ അതുമാത്രമാണ് അവർക്ക് സഹായകമാകൂ എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. ജാലൂത്തിനും താലൂത്തിനും ഇടയിലുള്ള യുദ്ധമാണ് സംഭവം. ജാലൂത്ത് എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു കാലത്തിൽ അറിയപ്പെട്ടിരുന്ന ധിക്കാരിയായ ഒരു ഭരണാധികാരി. താലൂത്ത് എന്ന് പറഞ്ഞാൽ ദരിദ്രനായിരുന്ന അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു നേതാവ്. ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി താലൂത്ത് തൻ്റെ സൈന്യവുമായി യാത്ര തിരിക്കുകയാണ്. ഭീമാകാരമായ സർവായുധ വിഭൂഷിതരായ ജാലൂത്തിൻ്റെ സൈന്യത്തെയാണ് താലൂത്ത് എന്ന നേതാവിന് നേരിടേണ്ടുന്നത്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം പറയുന്നുണ്ട്. ഫലമ്മ ഫസല താലൂത്ത് ബിൽ ജുനൂദ്, താലൂത്ത് തൻ്റെ സൈന്യ സന്നാഹവുമായി ജോർദാൻ നദിക്കരയിലെത്തി. നദിയിലെ തെളിമയാർന്ന സ്വച്ഛന്തമായ മധുരമൂറുന്ന വെള്ളം കണ്ടപ്പോൾ താലൂത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ആ നദിയിൽ നിന്ന് ഒന്ന് വെള്ളം കുടിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായി. താലൂത്ത് പറഞ്ഞു അത്രേ, ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഖ്തറഫ ഗുർഫതൻ ബിയദി ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും. താലൂത്ത് പറഞ്ഞു, പറ്റില്ല, ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവന് എൻ്റെ കൂടെ യാത്ര ചെയ്യുവാനുള്ള ഊർജമുണ്ടാവില്ല. ഇതിൽ നിന്ന് യാത്ര ചെയ്യുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇല്ലാ മൻ ഇഖ്തറഫ ഗുർഫതൻ ബിയദി, വേണമെങ്കിൽ ഒരു കൈക്കുമ്പിൾ ജലം നിങ്ങൾക്ക് പാനം ചെയ്യാം, അതിനപ്പുറം നിങ്ങൾക്ക് അനുവാദമില്ല. പക്ഷെ താലൂത്തിൻ്റെ കൂടെയുള്ള അധികം ആളുകളും വയറു നിറയെ വെള്ളം കുടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വയറു നിറയെ വെള്ളം കുടിച്ചതിന് ശേഷം ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി അവർ ആ സൈന്യസന്നാഹത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാലൂത്തിൻ്റെ സർവസജ്ജരായ സൈന്യത്തെ കണ്ടപ്പോൾ വെള്ളം കുടിച്ച ആളുകൾ പറഞ്ഞു അത്രേ, ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅ ഖാലൂ ലാ താഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി. കഴിയില്ല കേട്ടോ, ഈ സൈന്യത്തെ നേരിടാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഇതെന്തൊരു വലിയ സൈന്യമാണ്. ഖാലല്ലദീന യظുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികൾ താലൂത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു കൈക്കുമ്പിൽ മാത്രം ജലപാനം നടത്തി ആ മനുഷ്യർ പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ. എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, രണഭേരി മുഴക്കിക്കൊണ്ട് അവർ ജാലൂത്തിൻ്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി ഇരച്ചു കയറി അവരെ പരാജയപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആൻ. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ വിജയമായി ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും സൈന്യം, ആ സൈന്യത്തിൻ്റെ കഥ ഖുർആൻ പറയുന്നത്, അല്പം വെള്ളം കുടിച്ച മനുഷ്യർ, ഒരുപാട് മാറ്റിവെച്ച മനുഷ്യർ, അവർക്കാണ് വിജയമുണ്ടായത് എന്ന അത്ഭുതകരമായ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ചരിത്രം നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ സന്താനങ്ങളായ നാം ഭൗതികമായ ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതുവരെ, സുഖാസ്വാദനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതുവരെ, ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതുവരെ, ഭൗതികമായ പലതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധരാകുന്നതുവരെ ഒരു വിജയവും ഈ ഉമ്മത്തിന് ലഭിക്കുകയില്ല എന്നതാണ് ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും ചരിത്രത്തിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റമദാനിനെ നമ്മൾ നേരിടുമ്പോൾ, ഒരു റമദാൻ മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കേണ്ട ഉമ്മത്ത് ഒരു റമദാനിനെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ജാലൂത്തുമാരുടെ കാലത്താണ്, ജവാലീത്തുമാരുടെ കാലത്താണ് ആധുനിക മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാലൂത്തുമാരല്ല മുസ്ലിം സമൂഹത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നേരെ മറിച്ച് ഒരു കൈക്കുമ്പിൾ മാത്രം വെള്ളം കുടിച്ച് മതിയാക്കാൻ പ്രാപ്തിയുള്ള, ബാക്കിയുള്ളവ മാറ്റിവെക്കാൻ ത്രാണിയുള്ള
ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ ഇല്ല എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജവാലീത്തുമാരെക്കാൾ ഈ ഭൂമി ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഭരണാധികാരികൾക്കാൾ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നമെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. പണ്ഡിത സമൂഹത്തിലെ ആളുകൾ പോലും അവരുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് എത്രയോ മാറി സമൂഹത്തിലെ അപക്വമായിട്ടുള്ള ചർച്ചകളിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പോലും അവരുടെ ചർച്ചകളിൽ, അവരുടെ സംവാദങ്ങളിൽ, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വരുന്നത് എത്ര വില കുറഞ്ഞ വർത്തമാനങ്ങളാണ്. നഫീസ് ഉമ്മയുടെ മണാലി യാത്രയാണ് മുസ്ലിം പണ്ഡിതരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. പരിശുദ്ധ മാസമായ റമളാനിൻ്റെ തീരത്തൂടെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാധനകളാവട്ടെ, നോമ്പുകളാകട്ടെ, സക്കാത്തുകളാവട്ടെ, നമസ്കാരമാവട്ടെ, നമസ്കാരത്തിൻ്റെയും ഇബാദത്തുകളുടെയും ഒക്കെയും അന്തർധാര, അതിൻ്റെ ആന്തരികമായ തലം നമ്മൾ പരിശോധിക്കുമ്പോൾ നമസ്കാരം ഇബാദത്ത് എന്നതിനപ്പുറത്ത് ഒരു തരത്തിൽ അതൊരു ഹിജ്റയും ഒരു തരത്തിൽ അതൊരു മാറ്റിവെക്കലും ബഹിഷ്കരണവുമാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം ആരാധനകളുണ്ടോ ആ ആരാധനാ കർമ്മങ്ങളുടെ എല്ലാം മുഖം എന്ന് പറയുന്നത് ഹിജ്റയുടെ മുഖമാണ്, മാറ്റിവെക്കലുകളുടെ മുഖമാണ്, ത്യാഗസന്നദ്ധതയുടെ മുഖമാണ്. നമസ്കരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമയം, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗം അത് മാറ്റിവെച്ചുകൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് തിരിയുന്നത്. നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ആസ്വാദനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടാണ്, ആസ്വാദനങ്ങളെ മാറ്റിവെക്കുക എന്നതാണ്, ഭൗതികമായ ആർത്തി മനുഷ്യരിൽ നിന്ന് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് വ്രതകാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വ്രതത്തിൻ്റെ താല്പര്യമെന്ന് പറയുന്നത്. ഇബാദത്തുകൾ അത് ഹിജ്റയാണ്. നോമ്പുകാലം ഹിജ്റയുടെ കാലം കൂടിയാണ്. സൗമ് എന്ന അർത്ഥം തന്നെ, ആ വ്രതത്തിൻ്റെ അർത്ഥം തന്നെ അൽ ഇംസാഖ്, പിടിച്ചു വയ്ക്കുക, മാറ്റിവെക്കുക എന്നാണ്. സൗമിന് ഹിജ്റ എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് വിവക്ഷിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. മാറ്റിവെക്കലുകൾ മാത്രമേ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുകയുള്ളൂ. പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മൾ പലതും മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാറ്റിവെക്കലുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ റമളാനിലും മാറ്റിവെക്കലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന റമളാനിൽ നമ്മുടെ മാറ്റിവെക്കലുകൾ താൽക്കാലികവും വളരെ യാന്ത്രികവുമായി തീരുന്നു. ഒരു കൈക്കൊമ്പിൽ കുടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പകലിൽ മാറ്റിവെക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ രാത്രിയിൽ നാം അകത്താക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പുകൾ അത് മാറ്റിവെക്കലുകളാവുന്നില്ല, അത് ഹിജ്റയാവുന്നില്ല. നോമ്പിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് വിജയം വരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പകലിലെ ആസ്വാദനങ്ങളുടെ മാറ്റിവെക്കലുകൾ രാത്രിയിൽ അതിൻ്റെ കണക്ക് തീർക്കുന്നു എന്നതിൻ്റെ പ്രശ്നമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുകൾ അതിൻ്റെ ഫലവത്തായ രീതിയിൽ അത് ജീവിതത്തിൽ മുസ്ലിം ഉമ്മത്തിൽ മൊത്തത്തിൽ അതിൻ്റെ അനന്തരഫലം സൃഷ്ടിക്കാത്തത്. തിന്മകളെയും ഭൗതികമായ ആഹ്ലാദ മാർഗങ്ങളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ തടസ്സങ്ങളായി മാറുമ്പോൾ അവയെ ബഹിഷ്കരിക്കാൻ, അവയെ ഒഴിവാക്കിക്കളയാൻ നമ്മുടെ നോമ്പിന് സാധിക്കണമെന്നതാണ് പറഞ്ഞു വെച്ചത്. എന്തിനായിരിക്കണം നമ്മുടെ മാറ്റിവെക്കലുകളും ബഹിഷ്കരണങ്ങളും? എന്തിനാണ് മാറ്റിവെക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രം അതിൻ്റെ മറുപടിയുണ്ട്. മുസ്ലിം ഉമ്മത്ത് നോമ്പെടുക്കുന്നത് ബദറിന് വേണ്ടിയാണ്. മുസ്ലിം ഉമ്മത്ത് നോമ്പെടുക്കുന്നത് ഫത്ഹ് മക്കയ്ക്ക് വേണ്ടിയാണ്. മുസ്ലിം ഉമ്മത്ത് നോമ്പെടുക്കുന്നത് അത് ഖാദിസിയ്യയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാമിലെ ചരിത്രം എടുത്തു നോക്കൂ. ഈ 3 ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളെടുത്ത് പരിശോധിച്ചാൽ റമളാനിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഈ മഹത്തായ വിജയങ്ങൾ, ചരിത്രപരമായ മുഹൂർത്തങ്ങൾ. മുസ്ലിം ഉമ്മത്തിൻ്റെ അതിൻ്റെ കൃത്യമായ പ്രയാണത്തിന് ഊടും പാവും നൽകിയത് നോമ്പെടുത്ത മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്ത ഈ 3 ചരിത്ര മുഹൂർത്തങ്ങളായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സലഫ് സാലിഹുകൾ മാറ്റിവെച്ചു അവരുടെ ഭക്ഷണവും അവരുടെ പ്രിയപ്പെട്ട ആസ്വാദനങ്ങളും. അവരുടെ മാറ്റിവെക്കലുകളിൽ കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല, അത് സമ്പൂർണമായിരുന്നു. അതുകൊണ്ടാണ് റമളാനിൽ ബദർ സംഭവിച്ചത്, അതുകൊണ്ടാണ് റമളാനിൽ ഫത്ഹ് മക്ക സംഭവിച്ചത്,
അവരുടെ നോമ്പ് കുറ്റമറ്റതായിരുന്നു എന്നതുകൊണ്ടാണ് റമളാനിൽ ഖാദിസിയ്യ സംഭവിച്ചത്. റമളാനുകളുടെ ഫലം അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് സംശീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ നോമ്പ് ഹിജറയായിട്ടില്ല, നമ്മുടെ ഇബാദത്തുകൾ ഹിജറയും മാറ്റിവെക്കലുകളും ആവുന്നില്ല എന്നതാണ് അതിൻ്റെ മറുപടി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ബ്രിട്ടീഷുകാരോട് അദ്ദേഹം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? മഹാത്മാഗാന്ധി സ്വീകരിച്ച നിലപാട് അത് ബഹിഷ്കരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്രതം എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ കാണാം. ചർക്ക ഉപയോഗിച്ച് നൂറ്റ് വസ്ത്രങ്ങൾ നെയ്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളോടുള്ള, അവരുടെ പ്രൊഡക്റ്റുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹിഷ്കരണമായിരുന്നു. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്രതം എന്ന് പറയുന്നത് ആ ബഹിഷ്കരണമായിരുന്നു. ആ നോമ്പ് മുഖേന ഒരു രാജ്യത്തെ വിറപ്പിച്ച് കളയാൻ, മുൾമുനയിൽ നിർത്താൻ, മഹത്തായ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതിൻ്റെ തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിൻ്റെ ബഹിഷ്കരണങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, വിജയത്തേരിലേറാൻ അദ്ദേഹവും കാരണമായി. നമ്മൾ മുസ്ലിം ഉമ്മത്ത് വർഷങ്ങളായി നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് വർഷങ്ങളായി നോമ്പെടുക്കുന്നു. നോമ്പിൻ്റെ അതിൻ്റെ അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത് മാറ്റിവെക്കലുകളും ഭൗതികമായ ആസ്വാദനങ്ങളോടുള്ള വിരക്തിയുമാണ്. പക്ഷേ ഏത് തരത്തിലായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ബഹിഷ്കരണവും ഹിജറയും മാറ്റിവെക്കലുകളും? നമ്മുടെ നോമ്പ് ആരെയാണ് വിറപ്പിച്ചത്? നമ്മുടെ നോമ്പ് ഏത് ശക്തികളെയാണ് വിറപ്പിക്കാൻ കഴിഞ്ഞത്? നമ്മുടെ നോമ്പ് ഏത് അർത്ഥത്തിലാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെങ്കിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത്? പ്രമുഖ അറബ് കവി റഷീദ് സലീം അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്. ഫമാ മസ്സ ഹാദ സൗമു അക്ബാദ ളുല്ലമി ഫമാ ഹസ്സ ഹാദൽ ഫിത്റു അർവാഹ നുവമി. മുസ്ലിം ഉമ്മത്ത് എത്രയോ കാലമായി നോമ്പനുഷ്ഠിക്കുന്നു. ഒരൊറ്റ നോമ്പ് പോലും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എത്രയോ കാലങ്ങളായി റമളാനിനെ വലിയ ആരവത്തോടുകൂടി അവർ സ്വീകരിക്കുന്നു. എത്രയോ കാലുകളായി മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ അത് അക്രമികളുടെ ഹൃദയത്തിൽ കൊള്ളുന്നില്ലല്ലോ. ലഖദ് സാമ ഹിന്ദിയുൻ ഫജവ്വഅ ദൗലതൻ ഫഹല്ലാറ അലജൻ സൗമു മില്യൂന മുസ്ലിമി. ഒരു ഇന്ത്യക്കാരനെ കുറിച്ചാണ് റഷീദ് സലീം പറഞ്ഞു വെക്കുന്നത്. ആരാണ് ഇന്ത്യക്കാരൻ? ലഖദ് സാമ ഹിന്ദിയുൻ, ഒരു ഇന്ത്യക്കാരൻ നോമ്പനുഷ്ഠിച്ചു. ഒരു രാജ്യം തകർന്ന് തരിപ്പണമായി. മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടും ഫഹല്ലാറ അലജൻ സൗമു മില്യൂന മുസ്ലിമി, ഒരു കൊച്ചുറുമ്പിനെ പോലും മുസ്ലിം ഉമ്മത്തിലെ നോമ്പുകാരന് ഒന്ന് സ്പർശിക്കാൻ, അവൻ്റെ നോമ്പൊന്ന് സ്പർശ്യമാവുന്നില്ലല്ലോ എന്ന് കവി പറഞ്ഞു വെക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിനെ കുറിച്ചാണ്. നമ്മുടെ നോമ്പുകൾ ആസ്വാദനങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന, ഭൗതികതയോട് വിരക്തി കാണിക്കുന്ന നോമ്പുകളായി മാറേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മുടെ ചുറ്റുപാട് വന്ന് നോക്കൂ. ഒരു നോമ്പിനെ നാം സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ സ്വഭാവ ദൂഷ്യങ്ങൾക്കും അപ്പുറത്ത് അതിനെ ചികിത്സിച്ചുകൊണ്ട്, അതും നോമ്പിൽ ആ മാർഗത്തിലും കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് മെരുക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഫലസ്തീൻ നമ്മുടെ മുമ്പിലുണ്ട്, അവിടുത്തെ കുഞ്ഞുങ്ങളുണ്ട്. ആയിരക്കണക്കിന് ഷഹീദുകളെ കൊണ്ട് ഒരു രാജ്യം എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഗസയും വെസ്റ്റ് ബാങ്കുമുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്ന വഖഫ് ഇന്ന് ചോദ്യചിഹ്നത്തിലാണ്. മുസ്ലിം ഉമ്മത്ത് ഈ ആ പ്രതിസന്ധികളെ അതിജയിക്കുന്നതിന് മുസ്ലിം ഉമ്മത്ത് നോമ്പ് നോൽക്കേണ്ടതുണ്ട്. നമ്മുടെ നോമ്പിൻ്റെ കൂടി ലക്ഷ്യം മുസ്ലിം സമുദായത്തിൻ്റെ വിജയമായിരിക്കണം എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലഫുസാലികളുടെ നോമ്പിലൂടെ അവർ ലക്ഷ്യമാക്കിയത്. വ്യക്തിപരമായ സംസ്കരണവും അതിനോടൊപ്പം തന്നെ ഉമ്മത്തിൻ്റെ വിജയവുമായിരുന്നു അവരുടെ ഇബാദത്തുകളിലൂടെ അവർ ലക്ഷ്യമാക്കിയിരുന്നത്. ബദറുകൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു, മഅരിക്കത്ത് ഐനുജാലൂത്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നു, ഖാദിസിയകൾ നമ്മുടെ നോമ്പിലൂടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ബഗ്ദാദിൽ ഒരു കൊച്ചു പാഠശാലയുണ്ടായിരുന്നു. മദ്രസത്തുൽ ഖാദിരിയ എന്നായിരുന്നു ആ മദ്രസയുടെ പേര്. അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും
6 കുട്ടികളും മാത്രമുള്ള ഒരു കുഞ്ഞു മദ്രസ. വളരെ അത്ഭുതകരമായിരുന്നു ആ മദ്രസ. 6 പേർ മാത്രം വിദ്യാർത്ഥികളായ, ഒരൊറ്റ ഉസ്താദ് മാത്രം അധ്യാപകനായ മദ്രസത്തുൽ ഖാദിരിയ്യ. ആ മദ്രസയുടെ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 6 പേരും ആ ഉസ്താദും അടങ്ങുന്ന ആ മദ്രസയുടെ ലക്ഷ്യം ബൈത്തുൽ മഖദ്ദിസിന്റെ മോചനമായിരുന്നു. ഒരു ദിവസം ഉസ്താദ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ 6 ശിഷ്യന്മാരുമായി അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, മൻ ഫീക്കും സയുഹർറിറുൽ മസ്ജിദൽ അഖ്സ, നിങ്ങളിൽ ആരാണ് മസ്ജിദുൽ അഖ്സയെ അതിനെ സ്വതന്ത്രമാക്കുന്നതിന് നേതൃത്വം നൽകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന ഒരു കുഞ്ഞ് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരിച്ച കുഞ്ഞ് യൂസുഫ് ബിൻ അയ്യൂബ്, ചരിത്രത്തിൽ സലാഹുദ്ദീൻ അൽ അയ്യൂബി എന്നറിയപ്പെടുന്ന ആ മനുഷ്യനായിരുന്നു. അത് അധ്യാപകന്റെ ഈ സംഭാഷണത്തിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം യൂസുഫ് ബിൻ അയ്യൂബ് മദ്രസയിലേക്ക് വന്നില്ല. 3 മാസങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മദ്രസയിലേക്ക് കടന്നു വന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ യൂസുഫ് ബിൻ അയ്യൂബിനെ ഉസ്താദ് അബ്ദുൽ ഖാദിർ ജീലാനി നോക്കിയപ്പോൾ മുഖത്ത് കാര്യമായ ഭാവമാറ്റം, അവൻ്റെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നിരിക്കുന്നു. കുട്ടികളോടും അധ്യാപകനോടുമുള്ള പെരുമാറ്റത്തിൽ കർക്കശ സ്വഭാവം വന്നിരിക്കുന്നു. അങ്ങേയറ്റത്തെ ഗൗരവത്തോടുകൂടി ക്ലാസ്സിലിരിക്കുന്ന യൂസുഫ് ബിൻ അയ്യൂബിനെ കണ്ടപ്പോൾ ഉസ്താദ് അവനോട് ചോദിച്ചു അത്രേ, ലിമാദാ ലാ തൽഹഖ് സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ നീ എന്താണ് ചിരിക്കാത്തത്? കുഞ്ഞു സലാഹുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് നൽകിയ മറുപടി, വകൈഫ അൽഹഖു വൽ ഖുദ്സ് അസീർ, ഉസ്താദ് എനിക്കെങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക? എൻ്റെ പ്രിയപ്പെട്ട മസ്ജിദുൽ അഖ്സ, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖിബലയായിരുന്ന മസ്ജിദുൽ അഖ്സ ബന്ധനത്തിലാണ്. അത് കുരിശ് സേനക്കാരുടെ കയ്യിലാണ്, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. അതിൻ്റെ മോചനം സാധ്യമാവാതെ എനിക്ക് ചിരിക്കാൻ സാധിക്കുകയില്ല. യൂസുഫ് ബിൻ അയ്യൂബിൻ്റെ ചരിത്രം പിന്നെ നമ്മൾ കാണുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രമായാണ്. തമാശ പറഞ്ഞതായിരുന്നില്ല യൂസുഫ് ബിൻ അയ്യൂബ്. മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം പണിയെടുത്തു എന്ന് മാത്രമല്ല, മസ്ജിദുൽ അഖ്സയുടെ മോചനം വരെയും ചിരിക്കാതെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം ആഘോഷവേളകളിൽ മാറി നിന്നുകൊണ്ട് ഭൗതിക പ്രമത്തതകളിൽ അഭിരമിക്കാതെ അള്ളാഹുവിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വ്രതമെടുത്ത മനുഷ്യനെ പോലെ സലാഹുദ്ദീൻ അയ്യൂബി ഹിജ്റ 583 റജബ് 11 ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ അദ്ദേഹം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി വാറിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ കീഴടക്കുന്ന ചരിത്രമാണ് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഘോഷങ്ങൾ മാറ്റിവെക്കാതെ വരുന്ന റമളാനിൽ ഭക്ഷണ സാധനങ്ങൾ അല്പം കുറച്ച്, നമ്മുടെ ജാടകൾ അല്പം കുറച്ച്, പ്രൗഢി കുറച്ച്, ആസ്വാദനങ്ങൾ കുറച്ച്, പരിശുദ്ധ റമളാനിനെ നേരിടാൻ കുറച്ച് മാത്രം ഭക്ഷിച്ച് മാറ്റിവെക്കലുകളാണ് റമളാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ആരാധനകൾ മാത്രമേ അതിൻ്റെ മർമ്മത്തിലെത്തൂ. ആ ആരാധനകൾ മാത്രമേ, ആ തരത്തിലുള്ള ഇബാദത്തുകൾ മാത്രമേ ഇസ്ലാമിൻ്റെ ഫുതൂഹാത്തുകൾക്ക്, വിജയങ്ങൾക്ക് കാരണമാവൂ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ നാം നോമ്പനുഷ്ഠിക്കുക. എൻ്റെ ഇബാദത്ത് ഈ ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടിയായിരിക്കണം. എൻ്റെ ഇബാദത്ത്, എൻ്റെ വ്രതാനുഷ്ഠാനം ഈ ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമാവണം. എൻ്റെ വ്രതാനുഷ്ഠാനം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഈ നാടിൻ്റെയും വിജയത്തിന് വേണ്ടി കൂടിയാവണം എന്ന പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം വിശുദ്ധ റമളാനെ നാം സ്വാഗതമരുളേണ്ടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തുകളിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുന്ന ഇബാദത്തുകളാക്കി പടച്ചവൻ നമ്മുടെയൊക്കെ ആരാധനകളെ ആക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ അനുകൂല സാക്ഷിയാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.